സത്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. എത്ര കഷ്ടപ്പെട്ടിട്ട് ഓരോ പ്രവാസിയും എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് ഓരോ പ്രവാസിയും അങ്ങ് നിൽക്കുന്നത്. പക്ഷെ വീട്ടിലുള്ളവർക്ക് ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ അതിലേറെ സങ്കടമുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടല്ലോ, ഇതെല്ലാം എൻ്റെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് എന്ന്. ആ ഒരു സമാധാനം വീട്ടുകാർ ഓർക്കുന്നുണ്ടോ? ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് സങ്കടകരമായ ഒരു വീഡിയോയുമായിട്ടാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രവാസിയുടെയും സങ്കടങ്ങൾ നമ്മുടെ സങ്കടമായി നമ്മൾ കാണണം. അങ്ങനെയുള്ളൊരു പ്രവാസിയുടെ ഒരു വീഡിയോ കണ്ണിൽപ്പെട്ടപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചെങ്കള ഈ കോട്ട വെയിലിങ്ങനെ കൊള്ളുമ്പോൾ വെയിൽ കൊള്ളാത്ത എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചാൽ മതിയെന്ന് സത്യമായിട്ട് ഇങ്ങനെ തോന്നുന്നു. കേട്ടില്ലേ ആ വീഡിയോ? സത്യം പറയുക നെഞ്ച് പൊട്ടി പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ. ഖബർസ്ഥാനമൊക്കെ കാണിക്കുന്നുണ്ടപ്പോൾ സങ്കടമായി. കാരണം ഓരോ പ്രവാസിക്കും നാട്ടിൽ വരാൻ പറ്റാതെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു മാനസിക അവസ്ഥയാണ്. ഈ ഏസിന്റെ ഈ തണലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും നിമർത്തില്ല ചങ്കളെ, സത്യം പറയാം. പക്ഷെ ഈ ചൂട് ഇങ്ങനെ കൊള്ളുമ്പോഴും ഒരു ആശ്വാസം, നമ്മളെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ചൂട് കൊള്ളണതെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ നിന്നുങ്ങാണ്ട് ഇങ്ങനെ ആലോചിക്കുന്നു, ഇവിടെ ഈ ചൂടല്ലേ ഉള്ളൂ, അപ്പം ഇവിടെ ഈ കിടക്കണവരെ ചൂടെന്താ? ആ കിടക്കണവര് ഒരു ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിൽ കിടക്കണവരുടെ സ്ഥിതി എന്താ? നല്ലത് ചെയ്തവർക്ക് ഇതാണ് അവസ്ഥ. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഒരുപാട് മനസ്സിനെ വേദനിപ്പിച്ച ഒരു വീഡിയോയാണ് ഇപ്പം നമ്മൾ കണ്ടത്. ആ ഒരു സഹോദരൻ്റെ വാക്കുകളിൽ സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും പറയാനില്ല. കാരണം അവിടെയൊക്കെ ചൂട് വന്നിട്ടുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു AC-യുടെ ചുവട്ടിൽ പോയിരുന്ന മനുഷ്യൻ കാണിക്കുന്നു കണ്ടപ്പോൾ സത്യം പറയാം, നമ്മുടെ സഹോദരനല്ലേ അതും. നമ്മളിവിടെ വരുമ്പോൾ അവരൊക്കെ പണമാണ്, ലാവിഷായിട്ട് അവർ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റേതായ ഒരു വിഷമം അവർ അത്രയ്ക്ക് അനുഭവിച്ചിട്ടാണ് അവർ ആ ഒരു 3 മാസം അല്ലെങ്കിൽ 1 മാസം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അവിടെ പോകുന്ന പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. AC-ൻ്റെ ഉള്ളിലിരിക്കുന്നവർക്ക് വർക്കുണ്ട്, പക്ഷേ എന്നാലും അത്ര വലിയ ചൂട് അനുഭവിക്കണ്ടല്ലോ. പക്ഷേ പുറത്ത് പണിയെടുക്കുന്നവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ചങ്ക് പെടഞ്ഞു പോകും. എൻ്റെ ഓരോ സുഹൃത്തുക്കളും വിളിക്കുമ്പോഴും എന്നോട് പറയാറുണ്ട്, ചൂടാണ് ഇവിടെയെന്ന്. നമുക്ക് എന്നാൽ അത്ര പോലും ചൂട് നമ്മൾ അറിയുന്നില്ല. അപ്പം എന്തായാലും ഈ സഹോദരൻ്റെ വീഡിയോയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോവുകയാണ് ചെയ്തത്. നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം.